നമസ്കാരം. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ SDP-യുടെ പിന്തുണ ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് CPM-ന് നന്നായി അറിയാം. കാരണം നല്ല പോലെ പിണറായി സർക്കാരിനെതിരെ ജനവികാരം കത്തി നിൽക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു കാര്യങ്ങൾ പോലും ജനങ്ങളിപ്പോൾ കേൾക്കുന്നില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ ആട്ടിവിടുന്ന, അതായത് ജനങ്ങൾ തന്നെ ആട്ടിവിടുന്ന അവസ്ഥയാണ് ഓരോ സ്ഥലത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. SDP-യുടെ നേതാക്കളുമായി ഇടതുപക്ഷം സ്വകാര്യമായ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. കൂടാതെ ഇഫ്താർ വിരുന്നിലൊക്കെ ഈ CPM-ലെ നേതാക്കളും അതോടൊപ്പം തന്നെ UDF-ലേക്ക് നേതാക്കളും പോയി പങ്കെടുത്ത ചിത്രങ്ങളൊക്കെ പുറത്തു വന്നത് വലിയൊരു രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. എന്നാൽ ഈ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി CPM-ലെ കുറച്ച് നേതാക്കൾക്കെങ്കിലും ഒരു വിഷമം മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം SDP-യെ പോലത്തെ ഒരു വർഗീയ പാർട്ടിയുടെ കൂടെ എന്തിനു കൂട്ടുകൂടണം എന്ന ചോദ്യമാണ് കുറച്ച് സഖാക്കളെങ്കിലും ഉയർത്തുന്നത്. കാരണം CPM-ന്റെ വിദ്യാർത്ഥി സംഘടനയായ SFI-ലെ നേതാവും മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയുമായിരുന്ന അഭിമന്യുവിനെ അതിക്രൂരമായിട്ടാണ് SDP-ഐ എന്ന വർഗീയ പാർട്ടിയിലെ നേതാക്കൾ ചതിയിലൂടെ കൊന്നത്. ഈ കാര്യം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ മറന്നാലും മറ്റ് നേതാക്കൾ മറക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിലെ സമൂഹ മാധ്യമങ്ങളിലടക്കം DYFI മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും CPN മുൻ നേതാവുമായ മനു തോമസ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾ പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും ചർച്ചാ വിഷയമാവുകയാണ്. SFI പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ സംഘടനയുടെ വോട്ട് വാങ്ങാനുള്ള CPM നേതൃത്വത്തിന്റെ നടപടിക്കെതിരെയാണ് മനു തോമസ് രംഗത്ത് വന്നത്. SDP-യുടെ പിന്തുണ തേടാൻ CPM ജില്ലാ നേതൃത്വങ്ങൾക്ക് രഹസ്യ നിർദ്ദേശം നൽകിയെന്ന പോസ്റ്റിനോടൊപ്പം ഞാൻ പെറ്റ മകനെ എന്ന അമ്മയുടെ തേങ്ങൽ കേരളം മറക്കില്ല എന്നും അത് ഓർമ്മിപ്പിക്കുകയാണെന്നും മനു തോമസ് പറയുകയാണ്. അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തെ പോലും വിസ്മരിച്ചുകൊണ്ട് വർഗീയ ശക്തികളുമായി കൈകോർക്കുന്ന നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പാണ് അദ്ദേഹം പോസ്റ്റിലൂടെ ഉയർത്തിക്കാട്ടുന്നത്. SFIക്ക് വേണ്ടി മരണം വരിച്ച അഭിമന്യുവിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഈ തുറന്നു പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. CPM-ലെ ജനാധിപത്യം വെറും പ്രഹസനമാണെന്നും ഒന്നോ രണ്ടോ വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടിയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും മനു തോമസ് തന്റെ ആദ്യ പോസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്ന രാജാവ് ആരാണെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യമുയർത്തിയ അലയൊലികൾ അടങ്ങും മുമ്പെയാണ് അടുത്ത പ്രഹരം പാർട്ടിക്കെതിരെ എത്തിയിരിക്കുന്നത്. സംഘടനയ്ക്കുള്ളിലെ വിയോജിപ്പുകളെ നിശബ്ദമാക്കുന്ന മൃഗീയ മൗനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങൾക്ക് പിന്നാലെ മനു തോമസിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ CPM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പാർട്ടിയിലെ സമകാലിക മാറ്റങ്ങളിൽ അതൃപ്തിയുള്ള ഒരു വലിയ വിഭാഗം അണികൾക്കിടയിൽ തന്നെ ഉണ്ട് എന്ന് മനു തോമസ് തന്നെ വെളിപ്പെടുത്തുകയാണ്. മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ വലിയൊരു ചർച്ചകൾക്കാണ് ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ വഴി തുറന്നു വിട്ടിരിക്കുന്നത്. DYFIയുടെ നേതാവ് എന്നതിലുപരി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു മനു തോമസ്. നിലവിൽ പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇല്ല എങ്കിലും DYFI പ്രവർത്തകനായിരുന്ന സമയത്ത് ചെങ്കോടി കയ്യിലേന്തി അത് മനസ്സിൽ പിടിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അഭിമന്യുവിനെ ചതിയിലൂടെ കൊന്ന SDP എന്ന വർഗീയ പാർട്ടിയോടൊപ്പം കൈകൊടുത്ത CPM-ന്റെ നയങ്ങൾ ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് മനു തോമസ് ഉൾപ്പെടെയുള്ള CPM-ലെ സകല നേതാക്കളും പറയുന്നത്.